ഹായ് ഓൾ, ക്ലാസ് 10 എക്സാം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയാണ് ആക്ച്വലി നമ്മളെ ലൈഫിലെ ഏറ്റവും ക്രൂഷ്യലായ തീരുമാനമെടുക്കുന്നത്. നമ്മൾ ലൈഫിൽ എന്തായിത്തീരണം, ഏത് പ്രൊഫഷൻ ചൂസ് ചെയ്യണം, ഈ കാര്യം തീരുമാനിക്കുന്നത് ക്ലാസ് 10 ശേഷം നിങ്ങൾ ക്ലാസ് 10 എന്ത് പഠിച്ചു എന്ന കാര്യം തന്നെയാണ്. ഓരോരോ കോഴ്സ് സെലക്ട് ചെയ്ത് ഓരോ പ്രൊഫഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അത് പഠിച്ചില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ ഇതാണല്ലോ പഠിച്ചതെന്ന ബോധം നമുക്കുണ്ടാകും. സോ മക്കളെ, ഇതാണ് റൈറ്റ് ടൈം. നിങ്ങളുടെ ഗോൾ ഇപ്പോൾ സെറ്റ് ചെയ്യാം. ക്ലാസ് 10 ശേഷം ക്ലാസ് 11 ഞാൻ എന്ത് കാര്യം പഠിക്കണം, എനിക്ക് എന്താണ് ഭാവിയിലായിത്തീരുന്ന കാര്യം നമ്മളിതാ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നതാണ്. സോ അതിനായി സയൻസ് സ്ട്രീം പഠിച്ചാൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന കുറച്ച് ബ്രാഞ്ചുകളെ, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ബേസിക്കലി കൺവെൻഷൻ നമ്മൾ പറഞ്ഞു വരുന്ന ഡോക്ടർ ആൻഡ് എഞ്ചിനീയർ. പക്ഷേ ഡോക്ടർ എഞ്ചിനീയറുടെ പ്രൊഫഷൻ പേരുകൾ മാത്രമേ സാമ്യമുള്ളൂ. ഒരുപാട് വാസ്റ്റ് റീജിയനിലേക്കാണ് എഞ്ചിനീയറിംഗ് പോകുന്നത്. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ്, റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആണ് എഞ്ചിനീയറിംഗ് കരിയറിൽ നമ്മുടെ വരുന്ന ഭാവിയിലേക്ക്. ഈ കാര്യങ്ങളിലേക്ക് എല്ലാം പോകണമെങ്കിൽ ക്ലാസ് 11ഉം 12ഉം നമ്മൾ സയൻസ് പഠിച്ചേ തീരും, സയൻസും മാത്തമാറ്റിക്സും. ഡോക്ടർ ഓരോ സ്പെഷ്യലിസ്റ്റുകൾ ദിനം പ്രതി കൂടി വരികയാണ്. ബേസിക്കലി ഏത് ഡോക്ടർ ആകണമെങ്കിലും നമ്മൾ ക്ലാസ് 11, 12 സെക്ഷനുകളിൽ ബയോളജി നിർബന്ധമായും പഠിച്ചിരിക്കണം. ഡോക്ടർ ആവാൻ മാത്രമല്ല, ബാക്കി ഏത് മെഡിസിൻ റിലേറ്റഡ് റീജിയനിലേക്കും നിങ്ങൾ തീർച്ചയായും ബയോളജി പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് പൈലറ്റ് ആവാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ് 11ഉം 12ഉം ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും പഠിക്കണം. സോ ഇങ്ങനെ ഒരുപാട് വിശാലമായ ഏരിയകളാണ് സയൻസ് സ്ട്രീം മാത്രം പഠിച്ച വിദ്യാർത്ഥി കാത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അതിൻ്റേതായിട്ടുള്ള ജോലി സാധ്യതകളുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ഗോൾ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യുക. ഏറ്റവും മികച്ച രീതിയിൽ ലൈഫിനെ പ്ലാൻ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.